രാജ്യം ഇസ്രയേലാണ്. തൊട്ടിരിക്കുന്നത് പാമ്പിനെയാണ്, മൂർഖൻ പാമ്പിനെയാണ്. എങ്ങനെയും തിരിച്ചടിക്കാൻ ഒരു സമയവും നേരവും നോക്കി വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ പോലും തിരിച്ചടിക്കാൻ കപ്പാസിറ്റി ഉള്ള, ചരിത്രപരമായി തെളിയിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. ലോകത്തെ ഏറ്റവും ശക്തമായ ചാരസംഘടനയുള്ള മൊസാദ് എന്ന് പറയുന്ന ചാരസംഘടനയുള്ള നല്ല ഒന്നാന്തരം വെൽ എക്വിപ്ഡ് ഡിഫൻസ് ഫോഴ്സ്, IDF, ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സസ് ഉള്ള ആ രാജ്യം അതിൻ്റെതായ സമയക്രമം തീരുമാനിച്ച് എപ്പോഴാണ് ഉചിതം ആ സമയത്ത് മറുപടി കൊടുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷെ ഇപ്പോൾ അതില്ല. എന്തുകൊണ്ട്? ഇപ്പോൾ യുദ്ധമുണ്ടാകാൻ സാധ്യത തുലവും പരിമിതമാണ് എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇസ്രയേലിന്റെ പിന്നിലെ ബലം, കവചം, അത് മറ്റാരുമല്ല, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. അമേരിക്ക എന്ന വലിയേട്ടന്റെ മിടുക്കിലാണ് ഇസ്രായേൽ എക്കാലത്തും അറബ് രാജ്യങ്ങളെ കിടുകിട വിറപ്പിച്ച് നിർത്തിയിരുന്നത്. പക്ഷേ ആ വലിയേട്ടൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, നോക്കൂ, ഞങ്ങൾ ഇപ്പോൾ അറബി ലോകവുമായി സൗഹൃദത്തിലാണ്. ഞങ്ങളുടെ മിലിറ്ററി ബേസുകളുണ്ട്, പല രാജ്യങ്ങളിലുമുണ്ട്. ദോഹയിലുണ്ട്, ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ വലിയ തോതിൽ അമേരിക്കൻ സാന്നിധ്യമുണ്ട്, സൈനിക സാന്നിധ്യമുണ്ട്. ഒരു ഏറിയൽ ഡിവിഷൻ ഉണ്ട്, അല്ലെങ്കിൽ വ്യോമതാവളങ്ങളുണ്ട്. ബഹ്റൈനിൽ ഒരു നാവിക താവളമുണ്ട്. അതുപോലെ പല രാജ്യങ്ങളും, UAE ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും അമേരിക്കയുടെ സൈനിക സാന്നിധ്യമുണ്ട്. അത് ആ സന്തുലിതാവസ്ഥ, പ്രദേശത്തിന്റെ സന്തുലിത അവസ്ഥ നിലനിർത്താൻ വേണ്ടിയാണ്. ആ ഒരു സൈനിക സാന്നിധ്യം ഉപയോഗിച്ച് ഇറാനെ നേരിടും എന്ന് നിങ്ങൾ കരുതരുത്. ദയവായി ഇസ്രായേൽ പ്രധാനമന്ത്രി മിസ്റ്റർ നെതന്യാഹു, നിങ്ങൾ മനസ്സിലാക്കൂ, നിങ്ങളുടെ യുദ്ധം എക്കാലത്തും ഞങ്ങളുടെയും കൂടെ യുദ്ധമായിരുന്നു. പക്ഷെ നിങ്ങൾ ഇറാനെ ചൊറിയാൻ പോയി യുദ്ധം വലിച്ചു വാങ്ങി വെച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചടിച്ചോളാം എന്ന് പറഞ്ഞാൽ അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി എന്നുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ വിരട്ട്, അല്ലെങ്കിൽ സ്നേഹപൂർവമായ ഒരു തല്ലും തലോടലും ആ ദേശീയിട്ടുണ്ടെന്ന് വേണം കരുതാൻ. അതുകൊണ്ട് ഈ യുദ്ധം നെതന്യാഹുവിന്റെ ആവശ്യമാണ്. ഒരു പക്ഷേ ഇസ്രയേലിൽ ഇപ്പോഴത്തെ ഭരണകൂടത്തിന്റെ നിലനിൽപ്പ്, ബെഞ്ചമിൻ നെതന്യാഹു നയിക്കുന്ന ഇപ്പോഴത്തെ ഭരണകൂടത്തിന്റെ നിലനിൽപ്പ്, ആ നിലനിൽപ്പ് ഉറപ്പാകണമെങ്കിൽ യുദ്ധം തുടരണം, സംഘർഷം തുടരണം. അതിൽ ജയിച്ചു എന്ന് കാണിക്കാൻ ഇസ്രയേൽ ജനതയുടെ മുമ്പിൽ ഒരു റിപ്പോർട്ട് കാർഡ് കാണിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹുവിന് കഴിയണം. അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഗാസയെ പൂർണ്ണമായി നശിപ്പിച്ചതല്ലാതെ ഹമാസിനെ പൂർണ്ണമായി തുരത്തി എന്ന് ഇസ്രായേൽ അവകാശപ്പെടാനാവില്ല. ഒറ്റപ്പെട്ട ഒരു തുരുത്തായ റഫ തുരുത്ത് ഇപ്പോഴും നിൽക്കുന്നു. അവർ റെസിസ്റ്റ് ചെയ്യുന്നു എന്നതല്ല, റഫയിലെ സാധാരണക്കാരുടെ ഇടയിലേക്ക്, ഏതാണ്ട് 14 ലക്ഷത്തിലധികം വരുന്ന സാധാരണക്കാരുടെ ഇടയിലേക്ക്, അവിടേക്കാണ് വന്നിരിക്കുന്നത്. 23 ലക്ഷം വരുന്ന പലസ്തീൻ ജനസംഖ്യ, ഗസയിലെ ജനസംഖ്യയുടെ പകുതിയോളം ഇപ്പോൾ അതിർത്തി പട്ടണമായ റഫയിലാണ്. ആ റഫ കൂടെ കീഴടക്കിയെങ്കിൽ മാത്രമേ അവശേഷിക്കുന്ന ഹമാസിന്റെ ബറ്റാലിയനുകളെ കീഴടക്കാനാവൂ. അത് സാധിക്കുന്നത് വരെ ഇസ്രായേലിന് യുദ്ധം ജയിച്ചു എന്ന് പറയാനാവില്ലല്ലോ. അപ്പോൾ ഇത് പ്രോഗ്രസ് കാർഡിൽ എന്തെങ്കിലും കാണിക്കണമെങ്കിൽ ഇറാനെ ആക്രമിച്ചു എന്ന് ലോകത്തോടായി വിളിച്ചു പറയേണ്ടതുണ്ട്. അത് വിളിച്ചു പറയാൻ ഇപ്പോൾ സാധിക്കണമെങ്കിൽ അമേരിക്കയുടെ സൈനിക സാന്നിധ്യം ആവശ്യമാണ്. ഇറാൻ ഒരു ചെറിയ രാജ്യമല്ല, ഇസ്രായേലിന്റെ 8 ഇരട്ടിയെങ്കിലും വലിപ്പമുള്ള രാജ്യമാണ്. ജനസംഖ്യ വളരെയധികമുള്ള രാജ്യമാണ്. സൈനിക കണക്കിൽ ഈ ആൾബലത്തിൽ ഇസ്രായേലിനേക്കാൾ ഒരു 6-7 ഇരട്ടി കൂടുതലാണ് ഇറാൻ. ഒരുപക്ഷെ സൈനിക വാഹനങ്ങളുടെയും കരസേനയുടെയും എല്ലാം കാര്യത്തിൽ ആകപ്പാടെ ഇസ്രായേലിന് മേധാവിത്വമുള്ളത് വ്യോമസേനയുടെയും അത്യന്താധുനികമായ ചില ആയുധങ്ങളുടെയും കപ്പാസിറ്റി മാത്രമാണ്. ഏറ്റവും വലിയ മേന്മ ഇതൊന്നുമല്ല, ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ സംവിധാനവും ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര കൂട്ടുകെട്ടുകളുമാണ്. നെയ്റ്റോ, അമേരിക്ക മുതലായ കൂട്ടുകെട്ടുകളുമാണ്. ഇതെല്ലാം നിലനിൽക്കെ ഇപ്പോൾ അമേരിക്കയുടെ സഹായമില്ലാതെ, അമേരിക്കൻ നാവിക താവളങ്ങളും വ്യോമതാവളങ്ങളും ഉപയോഗിക്കാതെ ഇറാനെതിരെ തിരിച്ചടി നൽകാനുള്ള ശക്തി ഇസ്രയേലിനുണ്ട് എന്ന് കരുതാനാവില്ല. ആകെ സംഭവിക്കാൻ സാധ്യതയുള്ളത് മുൻകാലങ്ങളിൽ സംഭവിച്ചതിന് സമാന്തരമായ ഒരു കാര്യം സംഭവിക്കാം. ഇറാന്റെ ആണവ പദ്ധതി ഒരിക്കൽ ഇസ്രായേലിനെ നശിപ്പിച്ച്, പതിറ്റാണ്ടുകൾക്ക് മുൻപ് നശിപ്പിച്ചതാണ്. ഇപ്പോൾ വീണ്ടും ഇറാൻ ആണവ പദ്ധതിയുടെ അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇറാന്റെ ഒസിറിസ് ആണവ പ്ലാന്റ് പണ്ട് നശിപ്പിച്ചതിന് സമാനമായ രീതിയിൽ ഇറാന്റെ ആണവ സംവിധാനങ്ങളെ ലക്ഷ്യമാക്കി ഒരുപക്ഷെ മിസൈലുകൾ പായാം, അല്ല എങ്കിൽ വ്യോമ ആക്രമണങ്ങൾ ഉണ്ടാകാം. അത് മാത്രമല്ല, ഇസ്രയേലിന്റെ ആണവ ആയുധങ്ങളുടെ കൂമ്പാരം, അല്ലെങ്കിൽ ആണവ സാങ്കേതിക വിദ്യയുടെ പ്രഭവ കേന്ദ്രങ്ങൾ നോക്കിക്കൂടിയാണ് ഇറാൻ ആക്രമിച്ചിരിക്കുന്നത്. അതൊന്നും ലക്ഷ്യത്തിലെത്തിയില്ല എന്നത് മറ്റൊരു കാര്യം. അതുകൊണ്ട് അങ്ങനെ ഒരു ആക്രമണം അല്ലാതെ
ഓൾ ഔട്ട് ഒരു അറ്റാക്ക് ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടായാൽ, ഏതെങ്കിലും കാരണവശാൽ അങ്ങനെ ഉണ്ടായാൽ അത് സർവനാശമായിരിക്കും. മറ്റു രാജ്യങ്ങൾ ഇടപെടാൻ നിർബന്ധിതരാകും. ഇറാനുമായി ചങ്ങാത്തമുള്ള ചൈന, ഇറാനുമായി ചങ്ങാത്തമുള്ള റഷ്യ, ഇറാനുമായി ചങ്ങാത്തമുള്ള മറ്റ് ചില രാജ്യങ്ങൾ, സിറിയ പോലെ, ഇറാഖ് പോലെയുള്ള രാജ്യങ്ങൾ, അതൊക്കെ ഷിയാക്കൾക്ക് നിർണായക സ്വാധീനമുള്ള രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങൾ ഉൾപ്പെടെ രംഗത്ത് വരാൻ നിർബന്ധിതരാകുകയും ഒരു റീജിയണൽ ലെവലിൽ നിന്നും ഒരു അന്തർദേശീയ നിലയിലേക്ക് ആ സംഘർഷം വ്യാപിക്കുകയും ചെയ്യുന്നത് മാനവരാശിക്ക് നല്ലതല്ല. അതുകൊണ്ട് വിവേകം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഇറാന്റെ ഭാഗത്തു നിന്നും വേണ്ട വിവേകം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.